ഹായ്, എല്ലാവർക്കും നമസ്കാരം. രാഹുൽ സാറാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിനെ പറ്റിയാണ്. നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് സൊല്യൂഷൻസ് ആണ്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ബൈനറി സൊല്യൂഷൻ. ബൈനറി സൊല്യൂഷൻ്റെ ക്ലാസിഫിക്കേഷൻ. ബൈനറി സൊല്യൂഷനെ ഒരു സോൾവെൻറ്റും ഒരു സൊല്യൂട്ടും മാത്രമേ കാണത്തുള്ളൂ. അപ്പം സോൾവെൻ്റ് ഏതാണോ അതിൻ്റെ ബേസിലാണ് നമ്മൾ ബൈനറി സൊല്യൂഷൻസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. സോൾവെൻ്റ് ഏതാണോ, അതായത് ലാർജ് എമൗണ്ടിൽ കാണപ്പെടുന്ന ആൾ ഏതാണോ അതിൻ്റെ ബേസിലാണ് നമ്മൾ ബൈനറി സൊല്യൂഷൻസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ബൈനറി സൊല്യൂഷൻസിനെ നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്: ഗേഷ്യസ് സൊല്യൂഷൻ, ലിക്വിഡ് സൊല്യൂഷൻ, സോളിഡ് സൊല്യൂഷൻ. എന്തായിരിക്കും ഗേഷ്യസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോൾവെൻ്റ് എന്തായിരിക്കും? ഗ്യാസ് ആയിരിക്കും. എന്താ ലിക്വിഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സോൾവെൻ്റ് എന്തായിരിക്കും? ലിക്വിഡ് ആയിരിക്കും. എന്താ സോളിഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സോൾവെൻ്റ് എന്തായിരിക്കും? സോളിഡ് ആയിരിക്കും. അപ്പോൾ സോൾവെൻ്റ് ഏതാണോ അതിൻ്റെ ബേസിലാണ് നമ്മൾ സൊല്യൂഷൻസിനെ ക്ലാസിഫൈ ചെയ്യുന്നു. സോൾവെൻ്റ് ഗ്യാസ് ആണെങ്കിൽ ഗേഷ്യസ് സൊല്യൂഷൻ, സോൾവെൻ്റ് ലിക്വിഡ് ആണെങ്കിൽ ലിക്വിഡ് സൊല്യൂഷൻ, സോൾവെൻ്റ് സോളിഡ് ആണെങ്കിൽ സോളിഡ്. കാരണം ലാർജ് എമൗണ്ടിൽ കാണപ്പെടുന്ന ആളുടെ ഫോം ഏതാണോ ആ ഫോം ആയിരിക്കും ആ സൊല്യൂഷൻ വരുന്നത്. നമ്മളിപ്പം നാരങ്ങ വെള്ളമാണെങ്കിൽ നമ്മളതിനകത്ത് എന്തൊക്കെ ഇടും? ലാർജ് എമൗണ്ടിൽ കാണപ്പെടുന്ന വെള്ളമാണ്, ലിക്വിഡ് ഫോമാണ്. പക്ഷെ അതിനകത്ത് ഇടുന്ന ആൾക്കാരോ നാരങ്ങ നീര്, അത് ലിക്വിഡാണ്. പിന്നിടുന്ന നമ്മുടെ ഉപ്പ്, അത് സോളിഡാണ്. പിന്നിടുന്ന പഞ്ചസാര, അതും സോളിഡാണ്. പക്ഷേ ഇതെല്ലാം അതിനകത്ത് എന്ത് ചെയ്യുക? ഡിസോൾവ് ചെയ്യുക. അപ്പം സോൾവെൻറ്റിൻ്റെ ഫോം ഏതാണോ, അല്ലെങ്കിൽ സോൾവെൻ്റ് ഏത് രീതിയിലാണോ ഇരിക്കുന്നത് അതനുസരിച്ചാണ് നമ്മൾ പേരിടുന്നത്. ഓക്കെ. അപ്പം സോൾവെൻ്റ് ഗ്യാസ് ആണെങ്കിൽ ഗേഷ്യസ് സൊല്യൂഷൻ, സോൾവെൻ്റ് ലിക്വിഡ് ആണെങ്കിൽ ലിക്വിഡ് സൊല്യൂഷൻ, സോൾവെൻ്റ് സോളിഡ് ആണെങ്കിൽ സോളിഡ് സൊല്യൂഷൻ. ഓക്കെ. ഇനി സോൾവെൻ്റ് ഗ്യാസ് ആണെങ്കിലും സൊല്യൂട്ട് സോളിഡ് ആകാം, ലിക്വിഡ് ആകാം, ഗ്യാസ് ആകാം. ഇതിലേത് ഫോം വേണമെങ്കിൽ ആർക്ക് വരാം? സൊല്യൂട്ടിന് വരാം. കാരണം നമ്മൾ ഇപ്പോൾ നമ്മൾ നാരങ്ങ വെള്ളം എടുക്കുകയാണെങ്കിൽ വെള്ളം ലിക്വിഡ് ഫോമിലായതുകൊണ്ട് അതിനകത്ത് ഒഴിക്കുന്ന എല്ലാവരും ലിക്വിഡ് ഫോമിലാകണമെന്നുണ്ടോ? ഇല്ല. സോളിഡ് ആകാം, ലിക്വിഡ് ആകാം, ഗ്യാസ് ആകാം. ഇപ്പോൾ സോഡ നാരങ്ങയൊക്കെ ആണെങ്കിൽ ഗ്യാസ് ഉണ്ട് അതിനകത്ത്, അല്ലേ? അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ആവാം. അപ്പോൾ ഇതിൽ ഏത് ഫോം വേണമെങ്കിലും സൊല്യൂട്ടിന് വരാം. സൊല്യൂട്ടിൻ്റെ പല ഫോം വന്നെന്നും പറഞ്ഞ് പേര് മാറില്ല, കാരണം സോൾവെൻ്റ് വെച്ചിട്ടാണ് നമ്മൾ പേര് കൊടുക്കുന്നത്. അപ്പം ഗേഷ്യസ് സൊല്യൂഷൻ 3 ടൈപ്പ് ഉണ്ട്: ഗ്യാസും സോളിഡും, അതായത് സോൾവെൻ്റ് ഗ്യാസും സൊല്യൂട്ട് സോളിഡും, സോൾവെൻ്റ് ഗ്യാസും സൊല്യൂട്ട് ലിക്വിഡും, സോൾവെൻ്റ് ഗ്യാസും സൊല്യൂട്ട് ഗ്യാസും. ഓക്കെ. ഇനി ലിക്വിഡ് 3 ടൈപ്പ് ഉണ്ട്: സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഇവിടെയും സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഓക്കെ. എക്സാമ്പിൾസ് നോക്കാം നമുക്ക്. ഇവരുടെ എല്ലാവരുടെ എക്സാമ്പിൾസ് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കാണപ്പെടുന്ന കുറച്ച് എക്സാമ്പിൾ. അതിനകത്ത് നിങ്ങൾ പഠിക്കേണ്ടത് ഗ്യാസ് ഇൻ ഗ്യാസ് പഠിക്കണം. ഓക്കെ. ദെൻ ലിക്വിഡ് ഇൻ ലിക്വിഡ് പഠിക്കണം. ദെൻ സോൾഡ് ഇൻ സോൾഡ് പഠിക്കണം. ഇത് മൂന്നുമാണ് നിങ്ങൾ പഠിക്കേണ്ടത്. പക്ഷേ ഇത്രയും ക്ലാസിഫിക്കേഷൻസ് ഉണ്ടെന്ന് അറിഞ്ഞിരുന്നോണം. ഇപ്പം നോട്ട്സിൽ നമ്മൾ ഇതേ തരുത്തോളൂ, അതായത് ഇതിൻ്റെ കാര്യങ്ങൾ. പക്ഷേ ഇത്രയും സൊല്യൂഷൻസ് ഉണ്ട്, നിങ്ങൾ അറിഞ്ഞു വെച്ചേക്കണം കേട്ടോ. ഓക്കെ. ഗ്യാസ് ഇൻ സോളിഡ്, അതായത് വലിയ എമൗണ്ടിൽ ഗ്യാസ് കാണപ്പെടുന്നു, ചെറിയ എമൗണ്ടിൽ സോൾഡ് കാണപ്പെടുന്നു. നമ്മുടെ ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ ഇല്ലേ, പൊടി, നമ്മുടെ ഇതിനകത്തുള്ള എയറിനകത്തുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ എയർ, അതാണ് നമ്മുടെ ഈ സോളിഡ് ഇൻ ഗ്യാസ് ഇൻ സോളിഡിൻ അല്ലെങ്കിൽ സോളിഡ് ഇൻ ഗ്യാസിന് എക്സാമ്പിളായിട്ട് വരുന്നത്. നമ്മുടെ ഈ എയറിനകത്തൂടെ പൊടി ഇങ്ങനെ പറഞ്ഞു പോകത്തില്ലേ, ആ സാധനം. ഓക്കെ. ദെൻ ലിക്വിഡ് ഇൻ ഗ്യാസ് ആകുമ്പോഴത്തേക്ക് ലിക്വിഡ് ഗ്യാസിനകത്ത് ഡിസോൾവ് ചെയ്യുന്നു, ആ കേസ് ആകുമ്പോഴത്തേക്ക് ഇപ്പം സൊല്യൂട്ട് ലിക്വിഡാണ്. നമ്മുടെ നീരാവിയില്ലേ, വെള്ളം വേപ്പറായിട്ട് മാറുന്നു. അപ്പം മറ്റേ ഡ്രോപ്ലെറ്റ്സ്, വെള്ളത്തിൻ്റെ ഡ്രോപ്ലെറ്റ്സ്, അത് നമ്മുടെ ഗ്യാസുമായിട്ട് മിക്സ് ചെയ്യുന്നതാണ് ഈ ഒരു കേസ് എന്ന് പറയുന്നത്. അതായത് ലിക്വിഡ് ഇൻ ഗ്യാസ്. ലിക്വിഡ് നമ്മുടെ വാട്ടർ വേപ്പർ ഏതെങ്കിലും ഗ്യാസുമായിട്ട് മിക്സ് ചെയ്യുന്നു. മൂന്നാമത്തത് ഗ്യാസ് ഇൻ ഗ്യാസ് ആണ്. ഏതെങ്കിലും 2 ഗ്യാസുകൾ തമ്മിൽ മിക്സ് ചെയ്യുന്നു. ഓക്കെ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ എക്സാമ്പിളും പഠിച്ചു വെച്ചേക്കണം.
അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും കൂടെ മിക്സ് ചെയ്യുന്നത്, അങ്ങനെ ഏത് വേണമെങ്കിലും പറയാം, രണ്ട് ഗ്യാസിൻ്റെ മിക്സ്ചർ അങ്ങ് എടുത്താൽ മതി. അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും കൂടെ മിക്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നൈട്രജനും ഹൈഡ്രജനും കൂടെ മിക്സ് ചെയ്യുന്നത്, അങ്ങനെ ഏത് വേണമെങ്കിലും എടുക്കാം. ഇത് പക്ഷേ നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം കേട്ടോ, ഗ്യാസ് ഇൻ ഗ്യാസ്, അത് എക്സാമിന് ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പം സോൾവെൻറ്റ് ഗ്യാസും സൊല്യൂട്ട് 3 എണ്ണമാവും, സോളിഡ് ആകാം, ലിക്വിഡ് ആകാം, ഗ്യാസ് ആകാം. സോളിഡ് ആണെങ്കിൽ സോളിഡ് ഇൻ ഗ്യാസ്, അതായത് ലാർജ് എമൗണ്ടിൽ ഗ്യാസ് കാണപ്പെടും, ചെറിയ എമൗണ്ടിൽ സോളിഡ് കാണപ്പെടും. നമ്മുടെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ നോക്കിയാൽ മതി. ദെൻ രണ്ടാമത്തെ ലിക്വിഡ് ഇൻ ഗ്യാസ്, ലിക്വിഡ് ചെറിയ എമൗണ്ടിലും ഗ്യാസ് വലിയ എമൗണ്ടിലും. നമ്മുടെ വാട്ടർ വേപ്പറൊക്കെ വേപ്പറായിട്ട് മാറുന്നുണ്ടെങ്കിൽ അത് ലിക്വിഡ് ഫോം തന്നെയായിരിക്കും. നമ്മുടെ വാട്ടർ വേപ്പറൊക്കെ ഇല്ലേ, വെള്ളം വേപ്പറായിട്ട് നീരാവിയായിട്ട് മാറുന്നത്, അത്. പിന്നെ ഗ്യാസിന് എക്സാമ്പിൾ ഏതെങ്കിലും 2 ഗ്യാസിൻ്റെ മിക്സർ എഴുതിയാൽ മതി, അതായിരിക്കും മോസ്റ്റ് പ്രോബബ്ലി ചോദിക്കുന്നത്. ദെൻ രണ്ടാമത്തത് സോളിഡ് ഇൻ ലിക്വിഡ്, സോളിഡ് ലിക്വിഡിനകത്ത് ഡിസോൾവ് ചെയ്യുന്നു, ഏതെങ്കിലും സോളിഡ് ലിക്വിഡിനകത്ത്. എക്സാമ്പിൾ നമ്മുടെ ഉപ്പ് വെള്ളം, NaCl + വാട്ടർ. നമ്മൾ വെള്ളത്തിനകത്ത് ഉപ്പ് കലക്കുന്നു, അപ്പം വെള്ളമാണ് ലാർജ് എമൗണ്ടിൽ കാണപ്പെടുന്നത്, ഉപ്പ് സോളിഡാണ്, അത് ചെറിയ എമൗണ്ടിൽ കാണപ്പെടും. ലിക്വിഡും ലിക്വിഡും തമ്മിലുള്ള മിക്സ്ചർ, അത് ഏതുകൊണ്ടും നമ്മുടെ ഡൈലൂട്ട് HCl എന്ന് പറയുമ്പോഴത്തേക്ക് HCl നമ്മൾ നേർപ്പിക്കത്തില്ല, ഹൈഡ്രോക്ലോറിക് ആസിഡിനെ നേർപ്പിക്കത്തില്ല. എങ്ങനെ നേർപ്പിക്കുന്ന? HCl എടുത്തുകൊണ്ട് വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കും. അപ്പം രണ്ടും എന്ത് തന്നെ, ലിക്വിഡ് തന്നെ. HCl ലിക്വിഡാണ്, വെള്ളവും ലിക്വിഡാണ്. ഓക്കെ, ഡൈലൂട്ട് HCl എന്ന് പറയുമ്പോൾ എന്തൊക്കെയുണ്ട്? HCl ഉണ്ട്, വാട്ടറും ഉണ്ട്. ഇതാണ് ഡൈലൂട്ട് HCl. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗ്യാസ് ലിക്വിഡിനകത്ത് ഡിസോൾവ് ചെയ്യുന്നു. അത് എക്സാമ്പിൾ നമ്മുടെ സോഡ വാട്ടർ. നമ്മുടെ സോഡയൊക്കെ ഇല്ലേ, സോഡ നമ്മളിങ്ങനെ പൊട്ടിക്കുമ്പോഴത്തേക്ക് ഗ്യാസ് പോത്തില്ലേ സോഡയൊക്കെ, അത് നമ്മൾ ഈ പെപ്സി, കൊക്കക്കോള, മിറിൻഡ, 7up ഒക്കെ ഇല്ലേ, നമ്മൾ തുറക്കുമ്പോഴേ ഗ്യാസ് പോയില്ലേ. നിങ്ങളത് തുറന്ന് കുറച്ച് നേരം വെച്ചിട്ടുണ്ടോ, പിന്നെ അതിന് ടേസ്റ്റേ കാണത്തില്ല, കാരണം ആ ഗ്യാസാണ് അതിന് ടേസ്റ്റ് കൊടുക്കുന്നത്. നമ്മൾ തുറക്കുമ്പോൾ ഈ ഗ്യാസ് അങ്ങ് പോകും, പിന്നെ അതിന് ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ സോഡ വാട്ടർ, അതായത് അവരെല്ലാം വെള്ളത്തിനകത്ത് ഗ്യാസിനെ ഡിസോൾവ് ചെയ്യിപ്പിച്ച് വെച്ചേക്കുക. പിന്നെ വരുന്നത് സോളിഡ് സൊല്യൂഷനാണ്, സോളിഡ് ഇൻ സോളിഡ്. അത് അലോയ്സ് ആണ്. അലോയ്സ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അലോയ്സ് ഒന്നോ അതിൽ കൂടുതലോ ഉള്ള സോളിഡ്സിൻ്റെ മിക്സ്ചറാണ് അലോയ്സ്. നമ്മുടെ സ്വർണ്ണമൊക്കെ ഒരു അലോയ്ക്ക് എക്സാമ്പിളാണ്. സ്വർണം, ബ്രോൺസ് മെഡൽ എന്നൊക്കെ കേട്ടിട്ടില്ലേ. പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ, ഇതൊക്കെ അലോയ്സിന് എക്സാമ്പിളാണ്. അപ്പോൾ അലോയ്സ് ഒരു സോളിഡ് ഇൻ സോളിഡ് എന്ന് പറയുന്ന സോളിഡ് സൊല്യൂഷൻ എക്സാമ്പിളാണ്. അതായത് സോൾവെൻറ്റും സോളിഡാണ്, സൊല്യൂട്ടും സോളിഡാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലിക്വിഡ് ഇൻ സോളിഡ്. ഒരു ലിക്വിഡ് സോളിഡിനകത്ത് ഡിസോൾവ് ചെയ്യുന്നു, ഏതെങ്കിലും ഒരു ലിക്വിഡ് സോളിഡിനകത്ത് ഡിസോൾവ് ചെയ്യുന്നു. അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ മെർക്കുറി ഇല്ലേ, മെർക്കുറി. ഈ മെർക്കുറി ഏതെങ്കിലും മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ, ഏതെങ്കിലും മെറ്റൽ, മോസ്റ്റ് കോമൺലി സോഡിയം എന്ന് പറയുന്ന മെറ്റലാണ് കേട്ടോ, ഏതെങ്കിലും മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അമാൽഗം ഫോം ചെയ്യും. അമാൽഗം ആക്ച്വലി മെർക്കുറി എന്ന് പറഞ്ഞ ലിക്വിഡ് ഫോമിലാണ്. അത് ഏതെങ്കിലും മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഏത് ഫോമിലായിരിക്കും? ഡെഫിനറ്റ്ലി സോളിഡ് ഫോമിലായിരിക്കും. അപ്പം ലിക്വിഡ് ഇൻ സോളിഡാണ്. അതിനകത്ത് അമാൽഗം ചെറിയ എമൗണ്ടിലും ഈ മെറ്റൽ വലിയ എമൗണ്ടിലുമാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പം ഇതെന്തിന് എക്സാമ്പിളാണ്? നമ്മുടെ ലിക്വിഡ് ഇൻ സോളിഡ് എന്ന് പറയുന്ന സോളിഡ് സൊല്യൂഷൻ എക്സാമ്പിളാണ്. ദെൻ ഗ്യാസ് ഇൻ സോളിഡ്. ഏതെങ്കിലും ഗ്യാസ് സോളിഡിൻ്റെ പുറത്ത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ആക്ടിവേറ്റഡ് കാർബൺ ഒക്കെ ഇല്ലേ, ആക്ടിവേറ്റഡ് കാർബൺ, ഇവർ കാർബൺ മോണോക്സൈഡിനെയൊക്കെ പിടിച്ചെടുക്കും. നമ്മുടെ മുഖത്ത് ഒരു ചാർക്കോൾ ഇങ്ങനെ ഒട്ടിച്ച് നമ്മൾ കറുത്തൊരു സാധനം ഇങ്ങനെ ഒട്ടിച്ച് ഇങ്ങനെ ഇളക്കി കളയത്തില്ലേ, ആ സാധനം പോയിസണസ് ആയിട്ടുള്ള ഗ്യാസിനെയൊക്കെ അബ്സോർബ് ചെയ്യുന്ന സാധനമാണ്. അത് പിടിച്ചെടുക്കും. നമ്മൾ ഈ കിണറൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ചാരമെല്ലാം മാറി ഇടത്തില്ലേ, അത് കണക്കാണ് നിങ്ങൾ പുതിയ ബാഗൊക്കെ മേടിക്കുമ്പോഴത്തേക്ക് അതിനകത്തൊരു കുഞ്ഞൊരു സഞ്ചി പോലെ, അല്ലെങ്കിൽ ഗുളിക മേടിക്കുമ്പോഴത്തേക്ക് ഒരു സഞ്ചി പോലെ ഒരു സാധനം കിടക്കും. നമ്മളതിനെ സിലിക്ക ജെൽ എന്നാണ് വിളിക്കുന്നത്. അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ പാമ്പേഴ്സൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള ഐറ്റംസ് ഇവരൊക്കെ ഗ്യാസിനെയും വെള്ളത്തെയൊക്കെ പിടിച്ചെടുക്കും. അപ്പോൾ അങ്ങനെ ഗ്യാസിനെ പിടിച്ചെടുക്കുന്നതിന് എക്സാമ്പിളാണ് ആക്ടിവേറ്റഡ് കാർബൺ. അതാണ് നമ്മൾ ഈ മുഖത്തിടുന്ന കാർബൺ മാസ്ക് എന്ന് പറയുന്നത്, ചാർക്കോൾ മാസ്ക് എന്ന് നമ്മൾ പറയില്ലേ, അത് ആക്ടിവേറ്റഡ് കാർബൺ ആണ്. ഈ പുള്ളിക്കാരൻ കാർബൺ മോണോക്സൈഡിനെയൊക്കെ പിടിച്ചെടുക്കും. അപ്പം ഗ്യാസിനെ സോളിഡ് പിടിച്ചെടുക്കുന്നു, അതാണ് ഇതിന് എക്സാമ്പിൾ. ഓക്കെ, അപ്പം എത്ര ടൈപ്പ് സൊല്യൂഷൻസ് ഉണ്ട്? ബൈനറി സൊല്യൂഷൻസിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. എത്ര ടൈപ്പ് ഉണ്ട്? 3 ടൈപ്പ് ബൈനറി സൊല്യൂഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഗേഷ്യസ്, ലിക്വിഡ്, സോളിഡ്. ഗേഷ്യസിൽ സോൾവെൻ്റ് എന്തായിരിക്കും? ഗ്യാസ് ആയിരിക്കും. പക്ഷേ സൊല്യൂട്ട് 3 എണ്ണം കാണും, സോളിഡ് ആകാം, ലിക്വിഡ് ആകാം, ഗ്യാസ് ആകാം. അത് സോളിഡ് ഇൻ ഗ്യാസ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ ഗ്യാസിനകത്ത് വരുന്നത്. ലിക്വിഡ് ഇൻ ഗ്യാസ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ വാട്ടർ വേപ്പർ ഗ്യാസിനകത്ത്, അറ്റ്മോസ്ഫിയറിലെ ഗ്യാസിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്നത്. ഗ്യാസ് ഇൻ ഗ്യാസ്, അത് എക്സാമ്പിൾ പഠിക്കുക, ഏതെങ്കിലും 2 ഗ്യാസിൻ്റെ മിക്സ്ചർ. ദെൻ ലിക്വിഡ് സൊല്യൂഷൻ ആകുമ്പോഴത്തേക്ക് സോൾവെൻറ്റ് ലിക്വിഡും, സൊല്യൂട്ട് സോളിഡ് ആകാം, ലിക്വിഡ് ആകാം, ഗ്യാസ് ആകാം. സോളിഡ് ആണെങ്കിൽ
സോളിഡ് ഇൻ ലിക്വിഡ് ആണെങ്കിൽ നമ്മുടെ NaCl ഉപ്പ് വെള്ളം അല്ലെങ്കിൽ പഞ്ചസാര വെള്ളത്തിനകത്ത് ഡിസോൾവ് ചെയ്യുന്ന അത് എന്ത് വേണമെങ്കിലും എഴുതും. ദെൻ ലിക്വിഡ് അത് പഠിച്ചു വെച്ചേക്കുക. ലിക്വിഡിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ഡൈലൂട്ട് HCl വാട്ടറും കൂടെ മിക്സ് ചെയ്യുമ്പോഴാണ് ഡൈലൂട്ട് HCl കിട്ടുന്നത്. രണ്ടും ലിക്വിഡ്സ് ആണ്. സോൾവെൻറ്റ് ലിക്വിഡാണ്, സൊല്യൂട്ട് ലിക്വിഡാണ്. ഇവിടെ എല്ലാം ശ്രദ്ധിച്ചോളൂ, വലിയ എമൗണ്ടിൽ കാണപ്പെടുന്ന എപ്പോഴും സോൾവെൻ്റ് ആയിരിക്കും. ദെൻ ഗ്യാസ് ലിക്വിഡ് എന്ന് പറയുമ്പോൾ ഗ്യാസ് നമുക്കറിയില്ല, സോഡ വാട്ടറിനകത്ത് വെള്ളമാണ് കൂടുതൽ, ലിക്വിഡാണ് കൂടുതൽ, ഗ്യാസ് കുറവാണ് സോഡ വാട്ടർ. പിന്നെ സോളിഡ് സൊല്യൂഷനകത്ത് സോളിഡിന് നമുക്ക് എക്സാമ്പിൾ അലോയ്സ് ആണ്. ഒന്നോ അതിലധികമോ മെറ്റൽസിൻ്റെ മിക്സറിനെ വിളിക്കുന്ന പേരാണ് അലോയ്സ്. അപ്പോൾ ഇവിടെ 2 പേരെ വരാൻ പാടുള്ളൂ, കാരണം നമ്മൾ ബൈനറി സൊല്യൂഷൻസിനെ പറ്റിയാണ് പഠിക്കുന്നത്. 2 പേരെ വരാൻ പാടുള്ളൂ. അലോയ്സ് എന്ന് എഴുതിയാൽ മതി, എക്സാമ്പിൾ എന്ന് എഴുതേണ്ട അലോയ്സ്. ദെൻ സോളിഡിനകത്ത് ലിക്വിഡ് ചെറിയ എമൗണ്ടിലും സോളിഡ് വലിയ എമൗണ്ടിലും. അപ്പോൾ ലിക്വിഡ് സോളിഡ്സിന് എക്സാമ്പിളാണ് നമ്മുടെ അമാൽഗംസ്, മെർക്കുറിയുടെ അമാൽഗംസ്. അവിടെ മെറ്റലാണ് ലാർജ് എമൗണ്ടിൽ കാണപ്പെടുന്നത്, മെർക്കുറി എന്ന് പറയുന്ന ലിക്വിഡ് ചെറിയ എമൗണ്ടിലാണ് കാണപ്പെടുന്നത്. ലാസ്റ്റ് കേസ് ഗ്യാസ് ഇൻ സോളിഡിനകത്ത് ഗ്യാസ് ഡിസോൾവ് ചെയ്യുന്നു, അത് ആക്ടിവേറ്റഡ് കാർബൺ മോണോക്സൈഡ്, ഇതാണ് എക്സാമ്പിളായിട്ട് വരുന്നത്. സോ ഇത്രയുമാണ് നമുക്ക് സൊല്യൂഷനും അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ബേസിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ കോൺസെൻട്രേഷൻ എക്സ്പ്രസിങ് ടേംസിലോട്ടാണ്. അപ്പോൾ എന്താ സൊല്യൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് 2 or more components. മിനിമം 2 കമ്പോണൻസ് എങ്കിലും വേണം. സോൾവെൻറ്റും ഉണ്ട്, സൊല്യൂട്ടും ഉണ്ട്. ലാർജ് എമൗണ്ടിൽ കാണപ്പെടുന്ന ആൾ സോൾവെൻറ്റ്, ചെറിയ എമൗണ്ടിൽ കാണപ്പെടുന്ന ആൾ സൊല്യൂട്ട്. ഓക്കെ, ഇനി നമ്മൾ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്? 3 എന്തിൻ്റെ ബേസിൽ? ബൈനറി സൊല്യൂഷൻ. അപ്പം ബൈനറി സൊല്യൂഷൻ നമ്മൾ 3 ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്: ഗേഷ്യസ്, ലിക്വിഡ്, സോളിഡ്. ഗേഷ്യസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോൾവെൻറ്റ് ഗ്യാസ് ആയിരിക്കും. സോളിഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സോൾവെൻറ്റ് സോളിഡ് ആയിരിക്കും. ലിക്വിഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സോൾവെൻറ്റ് ലിക്വിഡ് ആയിരിക്കും. അപ്പോൾ സോൾവെൻറ്റിൻ്റെ നേച്ചർ എന്താണോ അതിൻ്റെ ബേസിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. സൊല്യൂട്ട് എന്ത് വേണമെങ്കിലും ആവും.